ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 50യും സെൻസെക്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ സ്മോൾ ക്യാപ്പ് എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി 50 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,082 67 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 10 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി. 56,766 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 59,052 ക്ലോസ് ചെയ്തപ്പോൾ 410 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി സ്മോൾ സ്മാക്ക് ഇന്ന് 191 പോയിൻറ്റ്സ് ഉയർന്ന് 18,954 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 11.98 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 247 പോയിൻറ്റ്സ് ഫോളോ ചെയ്തു 82,253 ക്ലോസ് ചെയ്തു. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 1,787 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII ഇന്നും കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂഷനായിട്ട് ഇന്നും 1,614 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കിയുള്ള സെക്ടേഴ്സ് എല്ലാം ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT മാത്രം എബോവ് 1% ഇടിവ് കണ്ടു. ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മീഡിയ ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എബോവ് 1% മേൽ റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 23,552 ക്ലോസ് ചെയ്തപ്പോൾ 58 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 103 പോയിൻറ്റ്സ് ഉയർന്ന് 36,201 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,802 ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 115 പോയിൻറ്റ്സ് ഉയർന്ന് 56,625 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 143 പോയിൻറ്റ്സ് ഉയർന്ന് 14,607 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 6 പോയിൻറ്റ്സ് ഉയർന്ന് 9,251 ക്ലോസ് ചെയ്തു. 6 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി IT 37,273 ക്ലോസ് ചെയ്തപ്പോൾ 419 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 23 പോയിൻറ്റ്സ് ഉയർന്ന് 1727 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 25 പോയിൻറ്റ്സ് ഉയർന്ന് 9407 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 3 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,755 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 22,410 ക്ലോസ് ചെയ്യുമ്പോൾ 184 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി PSU ബാങ്ക് 7076 ക്ലോസ് ചെയ്യുമ്പോൾ 50 പോയിൻറ്റിൻ്റെ ഗെയിൻ കണ്ടു. നിഫ്റ്റി റിയാലിറ്റി 13 പോയിൻറ്റ്സ് ഉയർന്ന് 976 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,269 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,406 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 2.90% റാലി നടത്തി. ടൈറ്റാൻ 1.20% റാലി നടത്തി. HDFC ലൈഫ് 1.05%, ONGC 0.99%, ഗ്രാസിം 0.98%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.83%, SBI ലൈഫ് 0.81%, കോൾ ഇന്ത്യ 0.77%, അദാനി എൻ്റർപ്രൈസ് 0.75% ആൻഡ് M&M 0.65% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ജിയോ ഫിനാൻസ് 2% ഫോളോ കണ്ടു. ടെക്കമം 1.72% ഫോളോ കണ്ടു. വിപ്രോ 1.57%, ഇൻഫി 1.53%, HCL ടെക് 1.51%, ബജാജ് ഫിനാൻസ് 1.45%, ഏഷ്യൻ പെയിൻറ്റ് 1.41%, L&T 1.32%, Asia Motors 1.27% ആൻഡ് TCS 1.18% ഫോളോ ആണെന്ന് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ 24,951 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,082 നിൽക്കുമ്പോൾ 0.53% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,082 നിൽക്കുമ്പോൾ 5.64% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റിൽ 0.27% ഇടിവാണ് കാണാൻ സാധിച്ചത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ് ബാലൻസ് ഡേറ്റ ഇന്ത്യ എന്ന് നാളെ വരുന്നുണ്ട് 15 ജൂലൈക്ക്. US നിന്ന് കോർ CPI ഡേറ്റ നാളെ 15 ജൂലൈ നാളെ വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.